മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടികൊണ്ട് അടിച്ചമർത്തുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. തൃശൂരിലെ സംസ്ഥാന എക്സൈസ് അക്കാദമി എക്സൈസ് ആൻഡ് നാർക്കോട്ടിക് കൺട്രോൾ ട്രെയിനിംഗ് അക്കാദമിയായി ഉയർത്തുമെന്നും സംസ്ഥാന തലത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ പൂത്തോളിലെ സംസ്ഥാന എക്സൈസ് അക്കാദമിയിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അക്ഷരാർത്ഥത്തിൽ എക്സൈസിനും പോലീസിനും ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ അവരെ അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമായ കാര്യമാണ്. ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമായിട്ടും കേരളം മാറി. 2016 മുതൽ 26 വരെയുള്ള 10 വർഷത്തെ ശരാശരി എടുത്താൽ ശിക്ഷാ നിരക്ക് 96.37%. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ പ്രത്യേകമായ പ്രൊഫഷണലായ ഒരു സംവിധാനം ഉണ്ടാവണം എക്സൈസിനകത്ത് എന്ന് സർക്കാർ കാണുന്നു. എക്സൈസിനെ നവീകരിക്കുകയും എക്സൈസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത തരത്തിൽ കേരളത്തിലെ എക്സൈസിൽ നടക്കുകയാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലും ശിക്ഷാനിരക്കിന്റെ കാര്യത്തിലും കേരളമാണ് ഏറ്റവും മുന്നിൽ. ഈ സർക്കാരിന്റെ കാലത്താണ് എക്സൈസിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചത്. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച ഗൗരവമുള്ള 16 കേസുകളിൽ 14 കേസുകളും അന്വേഷണ മികവ് കൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. എന്നിട്ടും കേരളത്തിന്റെ എക്സൈസിനെയും പോലീസിനെയും ഇകഴ്ത്താൻ ശ്രമം നടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. പക്ഷേ കേരളം മയക്കുമരുന്നിന്റെ തലസ്ഥാനമാണെന്ന് ദുരുദ്ദേശത്തോടെയുള്ള തെറ്റായ പ്രചാരണം നടക്കുകയാണ്. ഇത് എക്സൈസ് സേനാംഗങ്ങളുടെ ആത്മവീര്യം കെടുത്തുന്നതും കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. മയക്കുമരുന്നിനെതിരെ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിലെ എക്സൈസ് അക്കാദമിയെ എക്സൈസ് ആൻഡ് നാർക്കോട്ടിക് കൺട്രോൾ ട്രെയിനിംഗ് അക്കാദമിയായി ഉയർത്തുമെന്നും അതോടൊപ്പം ഒരു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംസ്ഥാന തലത്തിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 16 എക്സൈസ് ഇൻസ്പെക്ടർമാരും 71 സിവിൽ എക്സൈസ് ഓഫീസർമാരും 47 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുമാണ് കടുത്ത പരിശീലന കാലത്തിന് ശേഷമുള്ള പാസിംഗ് ഔട്ട് പരേഡിലൂടെ സേനയുടെ ഭാഗമായത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, എക്സൈസ് കമ്മീഷണർ എം.ആർ. അജിത് കുമാർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ.